മാരുതി വാഹനങ്ങൾ ഈ ഒരു ക്രോസ് പാനലിനകത്ത് വരുന്ന ഈ ഒരു യെല്ലോ സ്റ്റിക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും അത് എന്തിൻ്റെ സ്റ്റിക്കർ നിങ്ങൾക്ക് അറിയോ? അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ക്രോസ് പാനൽ ഒറിജിനൽ കണ്ടീഷൻ, അതായത് സ്റ്റോക്ക് കണ്ടീഷനിലുള്ളത് വാഹനങ്ങളിൽ മാത്രമേ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാവുള്ളൂ. റീപ്ലേസോ റീപെയിൻറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ സാധാരണ കാണില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മാരുതി വാഹനത്തിന് ആ സ്റ്റിക്കർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു മാരുതി സുസുക്കി വാഗണർ VXi വാഹനം കൂടി നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാഹനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വാഹനം അത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ ആ വാഹനം ബുക്കിംഗ് ആയി സോൾഡ് ആയി പോയി. അന്ന് കിട്ടാത്തവർക്ക് മറ്റൊരു വാഗണർ കൂടി 2016 മോഡലിൽ നിൽക്കുന്ന VXi AMT ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന KL5 കോട്ടയം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 1 ലിറ്ററിൽ നിന്ന് AMT ഗിയർ ബോക്സിൽ നിന്ന് വാഹനം. VXi ആണെങ്കിൽ പോലും അലോയ്സും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാരുതിയുടെ സ്വന്തം ആ ഡിസൈൻ പാറ്റേണിൽ വരുന്ന അലോയ്സാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. VXi 4-door പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ്, ഫോഗ് ലാംപ്സ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 4 ടയർസും ഒരു ആവറേജ് ടയർ യോക്കോമയുടെ ഒരു ആവറേജ് 60-70% ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട നെഗറ്റീവ്സോ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പെട്രോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഒരു 15-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള സീറ്ററും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,98,800 രൂപയ്ക്ക്. ഇനി മാനുവൽ ഗിയർ ബോക്സിൽ നിന്നൊരു സ്വിഫ്റ്റും കൂടി നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റിയുള്ള ഒരു വാഹനം കിടക്കുന്നു. 2014 മോഡലിൽ നിൽക്കുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് VXi എന്ന KL02 കൊല്ലം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം കൂടിയാണ്. VXi എന്ന 1.2 ലിറ്ററിൽ വരുന്ന വാഹനം. VXi ആയതുകൊണ്ട് തന്നെ 4-door പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ്, ഫോഗ് ലാംപ്സ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ സ്പോയിലർ വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ഒരു ആവറേജ് ടയറിൽ നിൽക്കുന്നു. പെട്രോൾ എഞ്ചിനിൽ ഒരു 15-16-17 വരെ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനായിട്ടുള്ള അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടുള്ള അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് ഉള്ള വാഹനം തന്നെയാണ് മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വെറും 3,75,000 രൂപയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണത്. മാനുവൽ ഗിയർ ബോക്സിൽ വാഹനമാണത്. അപ്പോൾ 2 മാരുതിയുടെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം, ഒന്ന് ഓട്ടോമാറ്റിക് വാഗണറും ഒന്ന് മാനുവൽ ഗിയർ ബോക്സിൽ നിന്ന് മാരുതിയുടെ സ്വിഫ്റ്റും. ഈ 2 വാഹനങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായത്. വാഹനങ്ങളുടെ കൂടുതൽ മറ്റാവശ്യങ്ങൾക്ക് ബുക്കിങ്ങിനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്റ്റുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യുക.